വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും IPLന്റെ 18ാം സീസണിന്റെ കിരീടം ചൂടി കിരീടദാഹത്തിന് അറുതി വരുത്തിയപ്പോൾ അപ്പുറത്ത് ആ കിരീടത്തിന് തൊട്ടരികിൽ വീണുപോയ ഒരു നായകനും അയാളുടെ പടയാളികളും ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യറും പഞ്ചാബ് കിങ്സും. സീസണിൽ ആധികാരിക പ്രകടനം കാഴ്ചവെച്ചാണ് ഒരു ദശാബ്ദത്തിന് ശേഷം പഞ്ചാബ് വീണ്ടും ഒരു കലാശപ്പോരിലെത്തിയിരുന്നത്. രാജാവിന്റെ ആദ്യ IPL കിരീടം എന്ന ആരാധകരുടെ തീവ്ര ആഗ്രഹം സഫലമായപ്പോഴും നിറഞ്ഞ കയ്യടികളോടെയാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിനെയും കൂട്ടരെയും മടക്കിവിട്ടത്. കഴിഞ്ഞ സീസണിൽ RCBക്ക് പുലർന്ന നീതി അടുത്ത സീസണിൽ പഞ്ചാബിന് വേണ്ടിയും പുലരുമെന്ന് അവർ സത്യമായി വാശിച്ചു. ആ നീതി പൂർത്തീകരണം ലക്ഷ്യമിട്ടാണ് 19ാം പതിപ്പിന് അവരെത്തുന്നത്. അസാമാന്യ ഡെപ്തുള്ള ബാറ്റിംഗ് നിരയാണ് പഞ്ചാബിന്റെ കരുത്ത്. മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും ഇന്ത്യൻ താരങ്ങളാണ് പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയുടെ കോർ. ശ്രേയസ് അയ്യർ നയിക്കുന്ന നിരയിൽ പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ സിംഗ്, നെഹാൽ വധേര, ശശാങ്ക് സിംഗ് എന്നിവരാണുള്ളത്. 2025 സീസണിൽ ഉടനീളം പഞ്ചാബിന് മേൽക്കൈ നേടിക്കൊടുത്തത് ഓപ്പണിംഗ് സഖ്യമായിരുന്നു. പ്രിയാൻഷും പ്രഭ്സിമ്രാനും. പ്രഭ്സിമ്രാൻ 160 സ്ട്രൈക്ക് റേറ്റിൽ 549 റൺസും പ്രിയാൻഷ് 180 സ്ട്രൈക്ക് റേറ്റിൽ 475 റൺസും നേടിയിരുന്നു. മധ്യനിരയിൽ ശ്രേയസും നെഹാൽ വധേരയും ഉണ്ടാകും. ശ്രേയസിന്റെ സ്ഥിരതയെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. അവസരങ്ങളിൽ ഉയരാൻ തനിക്ക് കഴിയുമെന്ന് മുംബൈ ഇന്ത്യൻസ് കാലം തൊട്ടേ തെളിയിക്കുന്ന താരമാണ് നെഹാൽ. ഫിനിഷർ റോളിൽ ശശാങ്കും. ജോഷ് ഇംഗ്ലീഷ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവരുടെ പകരക്കാരെയായിരുന്നു ഓപ്ഷനിൽ പ്രധാനമായും പഞ്ചാബിന് വേണ്ടിയിരുന്നത്. മാർക്കസ് സ്റ്റോയിനിഷ് ടീമിലുള്ളതിലൂടെ തന്നെ അതിന് പരിഹാരമായി. ഇതിനൊപ്പം ഓസീസ് യുവതാരം കൂപ്പർ കനോലിയെ എത്തിച്ചിട്ടുമുണ്ട്. പിന്നീട് ഓൾറൗണ്ടറായ മാർക്കോ യാൻസൺ അടക്കം പ്രഹരശേഷിയുള്ളവരുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിചയസമ്പത്തിന്റെ അഭാവം കഴിഞ്ഞ സീസണിൽ ബാറ്റിംഗ് യൂണിറ്റിൽ നിഴലിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ ഫൈനൽ അടിയറവ് പറഞ്ഞതും അതുകൊണ്ടാണ്. ബൌളിംഗ് നിരയിലേക്ക് എത്തിയാൽ പഞ്ചാബിന്റെ പേസ് നിര സജ്ജമാണ്. നിലവിൽ T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 ഇടംകയ്യൻ പേസർമാർ ശ്രേയസ് അയ്യർക്കൊപ്പമുണ്ട്. മാർക്കോ യാൻസണും അർഷദീപ് സിംഗും. ഇരുവരും ലോകകപ്പിൽ ഉൾപ്പെടെ മികവ് പുലർത്തിയിരുന്നു. 37 വിക്കറ്റുകളായിരുന്നു സഖ്യം കഴിഞ്ഞ സീസണിൽ വീഴ്ത്തിയത്. ലോക്കി ഫെർഗൂസണും ചേരുന്നതോടെ പേസ് യൂണിറ്റ് സുസജ്ജം. ഫെർഗൂസണിന് സീസണിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്പിൻ നിരയിൽ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരനായ യുസ്വേന്ദ്ര ചഹൽ, ഒപ്പം ഹർപ്രീത് ബ്രാറും പകരക്കാരനായി പ്രവീൺ ദുബെയും. ഓൾറൗണ്ടർമാരിൽ യാൻസന് പുറമെ സ്റ്റോയിനീസ്, ഹർപ്രീത് ബ്രാർ, പ്രിയാൻഷ് ആര്യ, കൂപ്പർ കനോലി, ഒമർ സായി തുടങ്ങിയവരും മികച്ചവരാണ്. ഒമർ സായി ഈ ലോകകപ്പിൽ ബാറ്റ് കൊണ്ടും കരുത്ത് കാട്ടിയതുമാണ്. എല്ലാം കൊണ്ടും പഞ്ചാബിന് അനുകൂലമായ സാഹചര്യങ്ങളാണിവ. ബാലൻസിംഗിലും സ്റ്റെബിലിറ്റിയിലും ബാക്കപ്പിലും ഇത്ര കെട്ടുറപ്പുള്ള ടീം IPLൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നഷ്ടമായ കിരീടം ഇത്തവണ ശ്രേയസും സംഘവും നേടിയെടുത്താൽ അത്ഭുതപ്പെടാനുമില്ല.